നെഹ്റു കോളേജ് KSU MSF യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിൻ്റെ തൂഫാൻ പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കലയാണ് ലഹരി ജീവിതമാണ് ലഹരി ധ്വനി എന്ന പേരിൽ നടത്തിയ പരിപാടി തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. കലാലയത്തിൽ മാന്യമായ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇവിടെ UDF വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിദ്യാർത്ഥികൾ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചീമനിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. അവിടെ ചെന്ന അവസ്ഥ എന്താ? എഞ്ചിനീയറിംഗ് കോളേജാണ്, പക്ഷേ ആ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെതായിട്ടുള്ള ഒരു വൈബ് അവിടെ ഇല്ല. ഞാൻ അവരോട് ചോദിച്ചു, നമുക്ക് അങ്ങനെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യണ്ടേ? അവർ ആഗ്രഹിക്കുന്നത് ബാംഗ്ലൂരിലോ അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ പോയി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം, അതാണല്ലോ കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അതല്ലേ വേണ്ടത്? വളരെ ഫ്രണ്ട്ഷിപ്പോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി, ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് ഏറ്റവും മധുരകരമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന, ഭാവിയിൽ പങ്കുവയ്ക്കാനുള്ള ഓർമ്മകളുമായിട്ട് ഇറങ്ങിപ്പോകേണ്ട സ്ഥലമല്ലേ ഈ കലാലയം. അതല്ലാതെ അക്രമം, അടിച്ചമർത്തൽ, ഭീഷണി, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സ്ഥലമാണ് ഒരു കോളേജ്. അങ്ങനെയാണോ വേണ്ടത്? എടോ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ എല്ലാ സ്ഥലങ്ങളിലും ഈ ചുവന്ന കൊടി തകർന്ന് തരിപ്പണമായിട്ടില്ലേ? നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തി എത്ര കാലം കോട്ടയും കൊത്തളവുമായി നടന്ന ഏത് പ്രദേശത്താ ഇപ്പൊ നിങ്ങൾ ബാക്കിയുള്ളത്? ഇന്ത്യയിലെ ഒരു അരമുറി സംസ്ഥാനത്ത് പോലും ബാക്കിയില്ല. MLA ആയതിനുശേഷം കോളേജിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണവും നൽകി. KSU യൂണിറ്റ് പ്രസിഡന്റ് PV സരിക അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഓഫീസർ KV സുരേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. KSE SA സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം സുജിത് P നായർ, DCC വൈസ് പ്രസിഡന്റ് PP പ്രദീപ് കുമാർ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവാസ് ഉണ്ണിയാടൻ, MSF ജില്ലാ പ്രസിഡന്റ് സൈഫുദ്ദീൻ തങ്ങൾ, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അശ്വിൻ കമ്പലൂർ, വാർഡ് കൗൺസിലർ NK സീമ, നാഫി നീലേശ്വരം എന്നിവർ സംസാരിച്ചു. MSF യൂണിറ്റ് പ്രസിഡന്റ് ഫർഹാൻ ഫവാസ് സ്വാഗതവും KSU യൂണിറ്റ് സെക്രട്ടറി ആൽഫ്രഡ് പ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.